ഇങ്ങനെയാണ് മുത്തശ്ശന്മാർ പേരക്കുട്ടികൾക്ക് വേണ്ടി പണം ഉണ്ടാക്കേണ്ടത് എന്ന് കേരളത്തിലെ ചില നേതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുണ്ടുമുറുക്കേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. IT കമ്പനിയായ ഇൻഫോസിസ് ലാഭവിഹിതം പ്രഖ്യാപിച്ചതോടെ സ്ഥാപകൻ NR നാരായണമൂർത്തിയുടെ പേരക്കുട്ടിക്ക് ലഭിക്കുക 4.2 കോടി രൂപ. 5 മാസം പ്രായമുള്ള ചെറുമകൻ ഏകാഗ്ര ആരോഹൻ മൂർത്തിക്ക് 15 ലക്ഷം ഓഹരികളിൽ നിന്നാണ് ഈ ലാഭവിഹിതം ലഭിക്കുക. പണമുള്ളവർക്ക് എന്തുമാകാമല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, ചിന്തിച്ച കാര്യമായിരിക്കും. പണക്കാർ അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ നൽകുന്ന സമ്മാനങ്ങൾ കേട്ട് നമ്മളൊക്കെ ഞെട്ടിയും കാണും. എന്നാൽ കൊച്ചുമകനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനാക്കി മാറ്റിയിരിക്കുകയാണ് ഇൻഫോസിസ് സ്ഥാപകനായ NR നാരായണമൂർത്തി. 4 മാസം പ്രായമുള്ള ചെറുമകൻ ഏകാഗ്ര ആരോഹൻ മൂർത്തിക്കാണ് നാരായണമൂർത്തി 240 കോടിയുടെ കമ്പനി ഷെയറുകൾ സമ്മാനമായി നൽകിയത്. കഴിഞ്ഞ മാസമാണ് 240 കോടി രൂപ മൂല്യം വരുന്ന 15 ലക്ഷം ഇൻഫോസിസ് ഓഹരികൾ നാരായണമൂർത്തി മകന്റെ മകനായ ഏകാഗ്ര ആരോഹൻ മൂർത്തിക്ക് സമ്മാനിച്ചത്. ഇതോടെ 5 മാസം പ്രായമായ കുഞ്ഞിന് കമ്പനിയിൽ 0.04% ഓഹരി പങ്കാളിത്തമായി. NR നാരായണമൂർത്തിയുടെ മകൻ ആരോഹൻ മൂർത്തിയുടെയും ഭാര്യ അപർണ കൃഷ്ണന്റെയും മകനാണ് ഏകാഗ്ര ആരോഹൻ മൂർത്തി. കഴിഞ്ഞ വർഷം നവംബർ 10 ബംഗളൂരുവിലാണ് ഏകാഗ്ര ജനിച്ചത്. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ PhD നേടിയ ആരോഹൻ മൂർത്തി സൊറോക്കോ എന്ന സോഫ്റ്റ്വെയർ സ്ഥാപനം നടത്തുന്നു. മൂർത്തി മീഡിയയുടെ ഹെഡാണ് അപർണ കൃഷ്ണൻ. നാരായണമൂർത്തിയുടെയും സുധാമൂർത്തിയുടെയും 3ാമത്തെ പേരക്കുട്ടിയാണ് ഏകാഗ്ര ആരോഹൻ മൂർത്തി. ദമ്പതികൾക്ക് മറ്റു 2 പേരക്കുട്ടികളുണ്ട്, കൃഷ്ണയും അനുഷ്കയും. അക്ഷതാമൂർത്തിയുടെയും UK പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെയും മക്കളാണ് ഇവർ. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെയും എഴുത്തുകാരിയും മനുഷ്യസ്നേഹിയുമായ സുധാമൂർത്തിയുടെയും മകൻ ആരോഹൻ മൂർത്തിയുടെയും മരുമകൾ അപർണ കൃഷ്ണന്റെയും മകനായി 2023 നവംബർ 10 ജനിച്ച ഏകാഗ്ര ആരോഹൻ മൂർത്തി ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനാണ്. ഇൻഫോസിസിന്റെ 0.04% ഓഹരിയുടെ ഉടമയാണ് 4 മാസം പ്രായമുള്ള കുട്ടി. നാരായണമൂർത്തിയാണ് 240 കോടി രൂപയുടെ ഓഹരികൾ സമ്മാനിച്ചത്. ഏകാഗ്ര അചഞ്ചലമായ ശ്രദ്ധയും നിശ്ചയദാർഢ്യവും എന്നർത്ഥമുള്ള ഒരു സംസ്കൃത പദമാണ്. മഹാഭാരതത്തിലെ അർജുനന്റെ ഏകാഗ്രയുടെ പേരിലാണ് ഈ പേര് ലഭിച്ചത്. ഭഗവത്ഗീതയുടെ 6ാം അധ്യായത്തിലും ഈ പേര് പ്രത്യക്ഷപ്പെടുന്നു. അത് സ്വയം സാക്ഷാത്കരിക്കാനുള്ള മാർഗമായി യോഗയിലും ധ്യാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം ഇന്ത്യയിലെ 2ാമത്തെ IT കമ്പനിയായ ഇൻഫോസിൽ ഏകാഗ്ര ആരോഹൻ മൂർത്തിക്ക് 15 ലക്ഷം ഓഹരികൾ അഥവാ 0.04% ഓഹരിയാണുള്ളത്. കൊച്ചുമകൻ ഇത്രയും ഓഹരികൾ സമ്മാനിച്ചതോടെ ഇൻഫോസിസിൽ നാരായണമൂർത്തിയുടെ ഓഹരി 0.4% നിന്നും 0.36%. കഴിഞ്ഞ നവംബറിലാണ് മകൻ ആരോഹൻ മൂർത്തിക്കും ഭാര്യ അപർണ കൃഷ്ണനും കുഞ്ഞു പിറന്നത്. 1980-ൽ $250 മൂലധനത്തിലാണ് ഇൻഫോസിസിന്റെ തുടക്കം. ഇന്ന് ഈ മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണ് ഇൻഫോസിസ്. 25 വർഷത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന് ശേഷം 2021 ഡിസംബറിൽ സുധാമൂർത്തി ഇൻഫോസിസിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവയാണ് സുധാമൂർത്തി. ഇപ്പോൾ അടുത്തിടെ രാജ്യസഭാ MP ആയും സുധാമൂർത്തി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.